റൈഫിൾ ക്ലബ്ബ് കാണാൻ വന്ന ആകെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ തിയേറ്ററിൽ. ബാക്കി എല്ലാവരും പോയി. ഹൗസ്ഫുള്ളാന്ന്. ഒറ്റ മനുഷ്യരില്ല തിയേറ്ററിൽ. കണ്ടോ, ഫുള്ളാന്ന്. പക്ഷെ എല്ലാരും പോയി പടം കണ്ടു കഴിഞ്ഞ്. നല്ല ഉഗ്രം പടവും. മറ്റേ വറോസിനൊന്നും ഇങ്ങനല്ല. തിയേറ്റർ സിനിമ അടക്കം വരും ആളില്ല. ബാക്കി എല്ലാരും പോയി. ഞങ്ങൾ പിന്നെ ലാസ്റ്റിൽ ഇറങ്ങിയതാ. സൂപ്പർ പടം കേട്ടോ, അടിപൊളി. ഇതൊക്കെ വന്ന് കാണണം. പക്ഷെ ആരും പറഞ്ഞില്ലെങ്കിലും പടം നല്ലപോലെ ഓടുന്നുണ്ട്. വലിയ പബ്ലിസിറ്റി ഇല്ല, അലമ്പില്ല, അച്ചറയില്ല. എന്നാ ഡീസന്റ് ഒരു പടം കാണാനും പറ്റി. ഒരു പരസ്യവുമില്ല, ഒന്നുമില്ല. ആ ഫേസ്ബുക്കിൽ ശല്യമില്ല, ഫേസ്ബുക്കിനകത്ത് ഇടങ്ങേറാക്കുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിലും കാണാനില്ല, ഒന്നും കാണാനില്ല. തിയേറ്ററിൽ വന്നാൽ കാണാം. ശരിയാ, തിയേറ്ററിലെ പണി നടക്കുന്നത്. അല്ലാതെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒന്നും അല്ല. ഫേസ്ബുക്കിൽ അവർക്ക് ഹിറ്റ് അടിക്കേണ്ടത്. പിന്നെ അതുമല്ല, പറയണേ ഞങ്ങള് ബറോസിനൊരു വെല്ലുവിളി ആവില്ലെന്ന്. ബറോസിന്റെ ഹിറ്റ് മുഴുവൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലാണല്ലോ. അപ്പൊ വേറെ രസമുണ്ട്. ഈ എന്താ പറയാ, മറ്റേ ക്വസ്റ്റ്യൻ ഒക്കെ കൊടുത്തു പിള്ളേർക്ക്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഏത് നടനാ സിനിമ സംവിധാനം 3D സിനിമ സംവിധാനം നടന്റെ പേരാന്നൊക്കെ ചോദിച്ചെന്നൊക്കെ പറയുന്നു. തിയേറ്ററിലൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് പേപ്പറൊക്കെ കൊടുത്തെന്ന്. നാണം ഉണ്ടോ? നല്ല ഉഗ്രനായിട്ട് പടം ഓടുന്നുണ്ട്. ആഷിഖ് അബു അവന്റെ പേര് പാട്ടുകാരൻ. അയ്യോ, മറ്റേ ഒരു ചെക്കൻ ഹിറ്റായത് കഴിഞ്ഞിടയ്ക്ക്, ഹനുമാൻ കൈൻഡ്. അല്ല, മൊത്തത്തില് എല്ലാരും അടിപൊളിയാന്ന്. കിടിലം പടം. അത് ഒരു ബംഗ്ലാവ്, ഒരു പറമ്പ്, വലിയ 3D ഇല്ല, ബഹളവും ഇല്ല. പിന്നെ വെടിവെച്ച് കുറെ കേൾക്കേണ്ടി വരും. ഭയങ്കര അത്ര ബ്രൂട്ടലൊന്നും അല്ല മറ്റവനെ പോലെ. ഏതാ സംഭവം കൊള്ളാന്ന്. അടിപൊളി പടമാണ്. ബൈ. ഇനി പടം കണ്ടിട്ടില്ലാത്തൊരു കാണണം കേട്ടോ, അല്ലെ വലിയ നഷ്ടമായിരിക്കും. ഈ മറ്റേ പടമൊക്കെ കണ്ടിട്ട്